വസിച്ചാൽ അവൻ നമ്മിലും വസിക്കും. തായ്തണ്ടോടു ചേർന്നു നിൽക്കും ശാഖകൾ പോലെ നൽഫലങ്ങളേകും നാം അബൈഡേഴ്സ്. ദൈവത്തിൽ പ്രത്യാശ അബൈഡേഴ്സ്. സഭയുടെ സമ്പത്ത് അബൈഡേഴ്സ്. ലോകത്തിൻ രക്ഷകർ അബൈഡേഴ്സ്. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. ഫസ്റ്റ് ഇയറിലെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഉൾപ്പെടെ കോളേജിലെല്ലാവരും ഞെട്ടി. 76% മാർക്കുണ്ടായിരുന്നു. ഒരു പേപ്പർ പോലും പോയിട്ടില്ല. എനിക്ക് 100% ഉറപ്പാണ് ഈ 76% മാർക്ക് വാങ്ങിക്കാനുള്ള ബുദ്ധിയൊന്നും ഇതിനകത്തില്ല. എന്തോ ദൈവം എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അന്ന് ഞാനറിയാതെ വലിയൊരു അപകടം സംഭവിച്ചു. എൻ്റെ ഉള്ളിലേക്ക് ഒരു അഹങ്കാരം കയറി, ഒരു ഞാനെന്ന ഭാവം കയറി. എനിക്ക് തേർഡ് സെമസ്റ്ററിൽ ഒരു പേപ്പർ പോയി, 65% മാർക്കേ ഉള്ളൂ. അങ്ങനെ ഞാൻ നന്നായിട്ട് തീരുമാനിച്ചു ഇനി പ്രാർത്ഥിക്കണം, പഠിക്കണം. അങ്ങനെയൊക്കെ ഇരുന്ന സമയം എൻ്റെ തേർഡ് ഇയറൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ മിനി പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് വൈകിട്ട് എൻ്റെ അപ്പാടെ ചേട്ടൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ അപ്പായ്ക്ക് ഒരു ആക്സിഡൻ്റ് ആയി, ഒന്ന് സ്കാൻ ചെയ്യാൻ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, എന്ന് റോഡിലൊന്ന് ഇറങ്ങി നിൽക്കണമെന്ന് പറഞ്ഞു. അതിന് മുമ്പ് എനിക്ക് ബ്ലഡ് കണ്ട് ഞാൻ തല ഇറങ്ങും, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ ആംബുലൻസിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച, എൻ്റെ പപ്പ ഇങ്ങനെ കിടത്തിരിക്കുക, കഴുത്തിട്ട് കോളർ ഇട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ എണീറ്റ് മാറിയിട്ട് പറഞ്ഞു, പപ്പയുടെ തല എന്നെങ്കിലും ഇതാ ഡോക്ടർ പറഞ്ഞേ. ഞാൻ എൻ്റെ പപ്പയുടെ തലയിലേക്ക് പിടിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ 2 കൈ നനയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോൾ 2 കൈ നിറച്ച് ബ്ലഡാണ്. പെട്ടെന്ന് എൻ്റെ ശരീരമൊക്കെ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് കഴുകി ഒരു ടർക്കിൽ തുടച്ചൊക്കെ മാറ്റി. എൻ്റെ പപ്പയുടെ ശരീരത്തോട് തൊട്ടപ്പോൾ ഐസ് പോലെ മരവയ്ക്കുന്ന കണ്ടു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജ് വന്നു. MA തോമസ് എന്ന ഡോക്ടറാണ് നോക്കിയേ. ആ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാതിനെയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ സ്കാൻ റിപ്പോർട്ട് വന്നു. ആ ഡോക്ടർ പറഞ്ഞു, എൻ്റെ പപ്പയ്ക്ക് ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. ആക്സിഡൻറ്റ് എൻ്റെ പപ്പയുടെ നട്ടലിൻ്റെ 2 മുതൽ 9 വരെ കണ്ണി മൊത്തം പൊട്ടി. സ്പൈനൽ കോഡിൻ്റെ ഏതാണ്ട് 5 ബ്ലോക്ക് കംപ്ലീറ്റ് ഡാമേജായി. 1-2 മണിക്കൂറിനകം എൻ്റെ പപ്പ മരിക്കും. അതുകൊണ്ട് ജീവനോട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പെട്ടെന്ന് വിളിച്ച് ചെയ്തോളാൻ പറഞ്ഞു. ആ ആക്സിഡൻറ്റിൽ പപ്പയുടെ കഴുത്തിനായിട്ട് കംപ്ലീറ്റ് തളർന്നു പോയി. ഈ ഒരു ലങ്സ് കംപ്ലീറ്റ് പോയി. കണ്ണ് കാണാതായി, ചെവി കേൾക്കത്തില്ല, തലയിൽ വലിയൊരു മുറിവ്, തൊടയിലിങ്ങനെ വട്ടമൊടിഞ്ഞു. 100% ഡോസിൽ ഇങ്ങനെ ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മാസ്ക് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ആൾ മരിക്കും. തലയൊന്ന് നനഞ്ഞു കഴിഞ്ഞാൽ ആൾ മരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ICUവിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ആരംഭിച്ചു. അങ്ങനെ ഒരു ദിവസമായി 2 ദിവസമായി പപ്പ മരിക്കുന്നില്ല. സ്റ്റേജിങ്ങനെ ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുന്നു. വേറെ എവിടെയെങ്കിലും കാണിച്ച് രക്ഷപ്പെടുത്തി എടുക്കാമോ എന്ന് കരുതി ഞാൻ എൻ്റെ പപ്പയുടെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ആയിട്ട് എറണാകുളം അമൃത ഹോസ്പിറ്റൽ വന്നു. അവിടുത്തെ ഓർത്തോയെ കൺസൾട്ട് ചെയ്തപ്പോൾ ഓർത്തോനോട് പറഞ്ഞു, ഇറ്റ്സ് എ ഡെഡ് മാൻസ് റിസൾട്ട്, ഇത് മരിച്ചു പോയ ഒരാൾ റിസൾട്ടാണ്. ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് വൈക്കം ചമ്മനാഗിരി ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ കയറി. അവിടുത്തെ ഡോക്ടേഴ്സ് ആ സ്പൈനൽ കോഡിൻ്റെ സ്ട്രക്ചറൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഇത്രയും ആക്സിഡൻ്റ് എന്ന വ്യക്തി 1 സെക്കൻഡ് പോലും ജീവിച്ചിരിക്കാൻ ചാൻസ് ഇല്ല. ഈ റിപ്പോർട്ട് അനുസരിച്ച് ആൾ മരിച്ചു. നീ തിരിച്ചു ചെല്ലുമ്പോൾ ആൾ മരിച്ചിരിക്കും. ഈ വ്യക്തി ഇന്നും ജീവിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവരും റിജക്റ്റ് ചെയ്തു. ഇന്ത്യയിലെ പല ഫേമസ് ഹോസ്പിറ്റലിലേക്ക് എൻ്റെ പപ്പയുടെ റിസൾട്ട് ഞാൻ മെയിൽ ചെയ്തു. അവിടുന്ന് എനിക്ക് കേൾക്കേണ്ടി വന്ന മറുപടി ഇതാണ്, ഇറ്റ്സ് എ ഡെഡ് മാൻസ് റിസൾട്ട് എന്ന് മാത്രമാണ്. അതിന് ദിവസങ്ങൾ കടന്നുപോയി. പപ്പ മരിക്കുന്നില്ല. സ്റ്റേജിങ്ങിനെ ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുന്നു. 2 ആഴ്ച കൂടുതലായി. പപ്പയുടെ പഴയൊരു സുഹൃത്ത് വന്നു, കുഞ്ഞച്ചായ എന്ന പേര്. ആളെ ജ്ഞാനായ കാത്തലിക്കാണ്, റാന്നി സ്വദേശിയാണ്. കുഞ്ഞച്ചായ വന്നിട്ട് പപ്പയുടെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, നീ പാർട്ടിയുടെ പുറകിലൊക്കെ നടന്ന് ഒത്തിരി പാമ്പൊക്കെ ചെയ്തിട്ടല്ലേ, മരണത്തിനപ്പുറം ഒരു ജീവിതം, ആത്മാവെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നിരീശ്വരവാദനും ഭൗതികവാദനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും അതൊക്കെ ഉള്ളതാണ്. അവിടെ നീ മരിക്കുന്നതിനും ഇങ്ങനെ പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തു എന്ന് പറഞ്ഞൊരു ദൈവമുണ്ടായിരുന്നു. ആ ദൈവത്തെ എല്ലാവരും കുരിശിൽ കൊന്നാണ്. കുരിശിൽ രക്തം ചിന്തി യേശു മരിച്ചിരിക്കുന്നത്. ആ രക്തം പാപികളുടെ മോചനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് നീ മരിക്കുന്നതിനും ഇങ്ങനെ പ്രാർത്ഥിക്കുക, യേശുവേ അങ്ങയുടെ തിരു രക്തം കൊണ്ട് എൻ്റെ പാപങ്ങൾ കഴിയണേ. കാരണം കുരിശിൻ്റെ വലതുവശത്തൊരു കള്ളങ്കടപ്പുണ്ടായിരുന്നു. അവൻ ലാസ്റ്റ് മൊമെൻറ്റ് മാനസാന്തരപ്പെട്ട് അവന് ദൈവം സ്വർഗ്ഗരാജ്യം അവകാശമാക്കി കൊടുത്തു. അതുപോലെ നിനക്കും ഒരു ചാൻസ് ഇരിക്കും. നീ മരിക്കുന്നതിനും ഇങ്ങനെ പ്രാർത്ഥിക്കുക, യേശുവേ അങ്ങയുടെ തിരു രക്തം കൊണ്ട് എൻ്റെ പാപങ്ങൾ കഴിയണേ. എൻ്റെ പപ്പയുടെ നാവിൽ നിന്ന് വന്ന ആദ്യത്തെ യേശുവിൻ്റെ നാമം എന്ന് പറയുന്നത്, എൻ്റെ പപ്പ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, യേശുവേ അങ്ങയുടെ തിരു രക്തം കൊണ്ട് എൻ്റെ പാപങ്ങൾ കഴുകണേ. ദിവസങ്ങൾ കടന്നുപോയി. പപ്പ മരിക്കുന്നില്ല. ഒരു ദിവസം ഞാനും എൻ്റെ അമ്മയും കൂടി ചോറ് വാങ്ങിക്കാൻ വേണ്ടി ചെന്നു. അവിടെ കാരുണ്യ നിലയമുണ്ട്. അവിടെ ഒരു ചാപ്പൽ കണ്ടപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നു, നീ പള്ളിയിലൊന്ന് കയറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ചെരുപ്പൊരിടുന്നതിന് മുമ്പ് എൻ്റെ മമ്മി പള്ളിയിലേക്ക് ഓട്ടി കയറുന്നത് കണ്ടു. അവിടെ ഒരു ക്രൂശിത രൂപമുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൽ ചെന്ന് മമ്മി മുട്ടുകുത്തി ഈ സാരിത്വം ഇങ്ങനെ പറിച്ച് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, ഈ കുരിശിൽ കിടക്കുന്ന അങ്ങ് ദൈവമാണെങ്കിൽ എനിക്ക് മറ്റൊന്നും വേണ്ട, എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ മാത്രം തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ മമ്മി പൊട്ടിക്കരയുണ്ടായി. ഞാൻ ഇന്നും ആലോചിക്കുമ്പോൾ കരഞ്ഞു പോകുന്നൊരു കാര്യമാണ്. ഞാൻ എൻ്റെ അമ്മയെ ആശ്വസിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നു. ആ ഡോക്ടർ പലപ്പോഴും എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മെഡിക്കൽ സയൻസിൽ ഈ മനുഷ്യൻ എവിടെ മരിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി ഇന്നും ജീവിച്ചിരിക്കുക ദൈവത്തിൻ്റെ കരുണ കൊണ്ടാ, നിങ്ങൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. എനിക്കറിയില്ല എങ്ങനെയാണ് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ. ഞാൻ ചാപ്പലിൽ പോയി മുട്ടുകുത്തി കൈവിരിച്ച് പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയെ എൻ്റെ പപ്പയുടെ മേൽ കരുണയായിരിക്കണേ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പം മരിക്കുന്നില്ല. ഒരു 2 മാസത്തിൽ കൂടുതൽ മെഡിക്കൽ കോളേജിൽ കിടന്ന റൂൾസ് ഒന്നും അലോഡല്ല. ഡിസ്ചാർജ് ആക്കി അഡ്മിറ്റ് ആക്കിയ പ്രയോറിറ്റി അനുസരിച്ച് ബെഡൊന്നും കിട്ടില്ല. എൻ്റെ റിലേറ്റീവ്സൊക്കെ തീരുമാനിച്ച് എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ 160 കിലോമീറ്റർ പോകണം. അവിടെ വരെ ഒന്നും അപ്പം എത്തില്ല. അതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ.
പല ആവശ്യങ്ങൾക്ക് ഞാൻ റിലേറ്റീവ്സിനൊക്കെ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ അമ്മയ്ക്ക് നിനക്കും മരിക്കാൻ വന്നതായിട്ട് ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടൊരവസ്ഥയാണ്. വയ്യാത്ത പപ്പയും അമ്മയും പെങ്ങളും ഞാനും മാത്രമുണ്ട്. ആ സമയത്ത് എനിക്ക് പരീക്ഷയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന അതേ സ്വരം എൻ്റെ പിന്നിൽ നിന്ന് വീണ്ടും മുടങ്ങി പറയുന്നത് ഞാൻ കേട്ടു, നീ നിൻ്റെ അനിയത്തി പഠിക്കുന്ന ഹോസ്പിറ്റലിലെ ഡയറക്ടർസിനെ വിളിക്ക്. അങ്ങനെ സ്നേഹബഹുമാനപ്പെട്ട വൈദികനെ ഞാൻ വിളിച്ചു. എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഒരാഴ്ച കൂടുതൽ പപ്പ ജീവിച്ചിരിക്കാൻ ചാൻസ് ഇല്ല, പക്ഷേ എൻ്റെ അപ്പ മരിക്കുന്നവരെ എനിക്ക് ചികിത്സിക്കണം. ഞാൻ ചികിത്സ കൊടുക്കാതെ എൻ്റെ അപ്പൻ മരിച്ചു എന്നൊരു മനസാക്ഷിക്കുത്ത് എനിക്കൊരിക്കലും വരാൻ പാടില്ല. എൻ്റെ പപ്പായ്ക്ക് വേണ്ടി റൂം ഒതുക്കി തരുമോ എന്ന് ചോദിച്ചു. അതിന് മോനെ കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ചെന്നു. അതൊരു 10-60 കിലോമീറ്റർ പോകണം. അവിടെ വരെ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വലിയ സ്നേഹവും കരുണയാണ്. അന്ന് അവിടെ ചെന്നു. അവിടെ ICUവിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ആരംഭിച്ചു. അന്നുമായിട്ട് ഞാൻ വീണ്ടും വൈദികനെ ചെന്ന് കണ്ടു. എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ക്രിസ്ത്യാനിറ്റിയിൽ നല്ല വിശ്വാസമാണ്, എൻ്റെ പപ്പായ്ക്ക് വേണ്ടി ഒരു വിശുദ്ധ കുർബാന ചൊല്ലുമോ? ഈ അന്ത്യകുദാസ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു കുർബാനയിലൂടെ എന്തെങ്കിലും പാപമുണ്ടെങ്കിൽ അത് മോചിപ്പിച്ച് കൊടുക്കണം, എൻ്റെ അപ്പൻ്റെ ആത്മാവെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തി എടുക്കണം, എൻ്റെ പപ്പായ്ക്ക് വേണ്ടി ഒരു കുർബാന ചൊല്ലുമോ എന്ന് ചോദിച്ചു. അതിനെന്താ മോനെ, തൊട്ടടുത്ത ദിവസം രാവിലെ 6 മണിക്കത്തെ കുർബാന ആ വൈദികൻ എൻ്റെ പപ്പായ്ക്ക് വേണ്ടി ബലിയർപ്പിച്ചത്. ആ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കർത്താവിൻ്റെ അഭിഷിക്തൻ വന്ന് എൻ്റെ പപ്പയുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി. ഈ കുർബാന കഴിഞ്ഞൊരു 10 മണിയായി കാണും. എൻ്റെ അപ്പ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എടാ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനൊരു സ്വരം കേൾക്കുന്നു, നിനക്ക് ഞാൻ ശ്വസിക്കാൻ പ്രകൃതിയിൽ നിന്ന് ശ്വാസം തന്നിട്ടില്ലേ, പിന്നെ കൃത്രിമമായ ഉപകരണം വെച്ച് നീ എന്തിനാ ശ്വസിക്കുന്നതെന്ന് ആരോ ചോദിക്കുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എന്നത് വേറെ ആരുമല്ല, ഈശോ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ മാസ്ക് ഇങ്ങനെ എടുത്ത് മാറ്റിയപ്പം വീണ്ടും വലിച്ചിങ്ങനെ മരണത്തോട് അടുക്കുകയാണ്. വീണ്ടും ഇങ്ങനെ മാസ്ക് വെക്കും, കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും മാറ്റും. അങ്ങനെ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓക്സിജൻ്റെ മാസ്ക് ഇങ്ങനെ എടുത്ത് മാറ്റിയപ്പോൾ എൻ്റെ പപ്പ തന്നെ വലിച്ച് ശ്വസിക്കാൻ തുടങ്ങി. ഞാൻ ഓടിച്ചെന്ന് അവിടുത്തെ മെഡിക്കൽ ഡയറക്ടർ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ ഒരു മാറ്റമുണ്ട് എന്ന്. ആ മെഡിക്കൽ സൂപ്രണ്ടൻ്റ് ഒന്ന് പരിശോധിച്ച് പറഞ്ഞു, ഇറ്റ്സ് എ മിറാക്കിൾ, കാരണം ഇതൊരിക്കലും സംഭവിക്കാത്തതാണ്. ഇത്ര ആക്സിഡൻ്റ് എന്ന വ്യക്തിക്ക് തന്നെ ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ല, പ്രത്യേകിച്ച് ഒരു ലങ്സ് മൊത്തം പോയൊരു വ്യക്തിക്ക് തന്നെ ശ്വസിക്കാൻ സാധ്യമല്ല. സ്പൈനൽ കൊണ്ട് C-ലെവലിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ശ്വാസകോശത്തേക്ക് നിയന്ത്രിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ എന്തെങ്കിലും ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് റിക്കവർ ആവില്ല. ഇറ്റ്സ് എ മിറാക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡോക്ടർ ഇറങ്ങിപ്പോയി. എനിക്കറിയാമായിരുന്നു അന്ന് രാവിലെ അർപ്പിച്ച വിശുദ്ധ കുർബാന സഹനത്തിൻ്റെ തീച്ചുളയിൽ ചുട്ടെടുത്ത ചെറു ഗോതമ്പപ്പത്തുണ്ട്. ആ ഗോതമ്പപ്പത്തുണ്ടിനകത്ത് ഉണ്ടാകട്ടെ എന്ന ഒറ്റ വചനത്താൽ സകലത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് മറഞ്ഞിരിക്കുന്നു. നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അവതരിച്ച യേശു തമ്പുരാൻ ഗോതമ്പപ്പത്തുണ്ടിനകത്ത് മറഞ്ഞിരിക്കുന്നു. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവൻ സൗഖ്യദായകൻ ഗോതമ്പപ്പത്തുണ്ടിനകത്ത് മറഞ്ഞിരിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഇഞ്ചിഞ്ചായി പീഡയായിട്ടൊരു കർത്താവ് ഗോതമ്പപ്പത്തുണ്ടിനകത്ത് മറഞ്ഞിരിക്കുന്നു. നമുക്ക് വേണ്ടി മരിച്ചവൻ, നമുക്ക് വേണ്ടി അടക്കപ്പെട്ട് 3-ാം ദിവസം ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയി ഇന്നും ജീവിക്കുന്നവൻ, വീണ്ടും വരുവാനിരിക്കുന്നവൻ, ആദിയും അന്ത്യമായവൻ, ആൽഫയും ഒമേഗയുമായവൻ ഗോതമ്പപ്പത്തുണ്ടിനകത്ത് മറഞ്ഞിരിക്കുന്നു. യെശയ്യാ 45:15 പറയുന്നു, ഇസ്രായേലിൻ്റെ നാഥനും രക്ഷകനുമായവനെ അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. അപ്പത്തിനുള്ളിൽ മറഞ്ഞിരുന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ദൈവം. എന്തെങ്കിലും അങ്ങനെ ഒരു ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ദൈവത്തെ അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ കുഞ്ഞെ, നീ കത്തോലിക്ക സഭയിൽ നിൽക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് ഒരു അർത്ഥമില്ല. നിനക്കെന്തേ നിന്റെ വില മനസ്സിലാവാത്തത്? നീ ഒരു സാധാരണ വ്യക്തിയല്ല. യേശു പറയുന്നു, നീ എൻ്റെ ശരീരം ഭക്ഷിക്കണം, നീ എൻ്റെ രക്തം പാനം ചെയ്യണം. യോഹന്നാൻ 6:56. അങ്ങനെ ചെയ്താൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. എൻ്റെ പൊന്നു കുഞ്ഞെ, നീ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നീ ഒറ്റയ്ക്കല്ല. നിന്നെ സൃഷ്ടിച്ച പൊന്നു തമ്പുരാനും നിന്റെ കൂടെ വരുക. പിന്നെ നീ ആരെയാ പേടിക്കുന്നത്? നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്, നമ്മളെ സൃഷ്ടിച്ച പൊന്നു തമ്പുരാനുമായിട്ട് നമുക്ക് വ്യക്തിപരമായ ഒരു ബന്ധമില്ല. ഞാനൊക്കെ രാവിലെ എണീക്കുമ്പോൾ ചോദിക്കും, ഈ ഷർട്ട് ഇടണോ? അവൻ പറയുന്നു, ഇതിട്ടോണ്ട് പോയാൽ മതി. ഈ വഴിക്ക് പോണോ? ഈ വഴിക്ക് പോയാൽ മതി. ഇന്നെന്തൊക്കെയാ ഓഫീസിൽ ചെന്ന് ചെയ്യേണ്ടത്? അവന് ലിസ്റ്റ് ഇട്ട് തരും, അത് ചെയ്താൽ മതി. നാളത്തെ കാര്യം നാളെ ചോദിച്ചാൽ പോരെ. ഞാനൊക്കെ എൻ്റെ M.Tech ചെയ്തത് മാമോദിസയ്ക്ക് ശേഷമാണ്. അതിനുശേഷം ഒരു ഒറ്റ എക്സാം പോലും പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഞാൻ എഴുതാൻ പോയിട്ടില്ല. ഞാൻ ഈശോയെ നാവിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ വെറും മണ്ടനാണ്, എനിക്കൊന്നും അറിയില്ല, അങ്ങ് എന്തേലും പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ ആ പേപ്പറിൽ എഴുതും. ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോനോട് പറഞ്ഞു, യു ടേക്ക് ദ പെൻസിൽ ആൻഡ് എറൈസർ ഫോർ ദ എക്സാം. നീ പെൻസിലും എറൈസറും എടുക്കണം. ഒരിക്കലും ഞാൻ പെൻസിൽ എടുക്കാറില്ല, പേന വെച്ച പടമൊക്കെ വരയ്ക്കാറ്. അന്നിങ്ങനെ കർത്താവ് പറഞ്ഞതല്ലേ എന്ന് കരുതി ചെന്ന് പെൻസിൽ വാങ്ങിച്ചു, നന്നായിട്ട് ഷാർപ്പൻ ചെയ്തു, എറൈസറൊക്കെ ആയിട്ട് എക്സാം ഹോളിൽ കയറി. ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ചാൽ ഫസ്റ്റ് സെൻറ്റൻസ് വായിച്ചപ്പോൾ തന്നെ കരഞ്ഞു പോയി. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഡ്രോ ദ ഫിഗർ ഓൺലി വിത്ത് പെൻസിൽ. അതുപോലും പറഞ്ഞു തരുന്ന ഒരു കർത്താവുണ്ട് നമുക്ക്. അതിനുശേഷം എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, വേറെ എവിടെയെങ്കിലും കാണിച്ച പപ്പായെ രക്ഷപ്പെടുത്തിയെടുക്കാമോ? ഞാൻ പപ്പയുടെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ആയിട്ട് പുനലൂർ അടുത്തൊരു ഹോസ്പിറ്റലിൽ ചെന്നു. ഒരു വൈദ്യനെ കണ്ടു. എന്നിട്ട് ആ വൈദ്യൻ എൻ്റെ പപ്പയുടെ ജനന ഡേറ്റ് സമയം കുറിച്ചിട്ട് പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അറിയിക്കാം, അതിനുശേഷം നീ തീരുമാനം എടുത്താൽ മതി. 2 ദിവസമായിട്ട് വ്യക്തി എന്നെ വിളിക്കുന്നില്ല. 3-ാമത്തെ ദിവസം വിളിച്ചപ്പോൾ ഈ വൈദ്യനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ അപ്പൻ്റെ ജാതകം എഴുതി. ഈ ജാതകം അനുസരിച്ച് നവംബർ 2, 2007 നിൻ്റെ പപ്പ മരിക്കും. അതിനുശേഷം നിൻ്റെ പപ്പയ്ക്ക് ഒരു ആയുസില്ല, അതുകൊണ്ട് മരിക്കാൻ പോകുന്ന ഒരാൾക്ക് എൻ്റെ മരുന്ന് ചികിത്സയൊന്നും തരില്ല, നീ ഇങ്ങോട്ട് പോരണ്ടെന്ന് പറഞ്ഞു. വീണ്ടും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസം നവംബർ 2, 2007, അതൊരു വെള്ളിയാഴ്ചയായിരുന്നു.
അതിൻ്റെ 4th ഇയറിലെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ക്ലാസ്സിലൊന്നും പോകുന്നില്ല. ഞാനിത് പ്രത്യേകിച്ച് ആരോടും പറയാനൊന്നും പോയില്ല. ഞാൻ രാവിലെ മൊബൈലൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങി നടക്കാൻ തുടങ്ങി. കുറച്ച് നേരം കൂപ്പള്ളി പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. മനസ്സിനൊക്കെ ഭയങ്കര അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്യുന്നു. ഒരു ഉച്ച തിരിഞ്ഞൊരു 3-3:30 ആയപ്പോൾ എൻ്റെ മൊബൈൽ ഓൺ ചെയ്തപ്പോൾ എൻ്റെ മമ്മിയുടെ മൊബൈലിൽ നിന്ന് കുറേ മിസ് കോൾ അലർട്ട് വന്ന് കിടക്കുന്നു. റിലേറ്റീവ്സൊക്കെ പടപെടാന്ന് വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു പപ്പ മരിച്ചു, അതുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് കോൾ എടുക്കാനോ എനിക്ക് തിരിച്ച് വിളിക്കാനോ ഒന്നും എൻ്റെ മനസ്സ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ വീണ്ടും മൊബൈൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇറങ്ങി നടക്കാൻ തുടങ്ങി. പിന്നെ രാത്രി ഏറെ വൈകി, ഒരു 11:45 ആ സമയത്ത് ആ കൂപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു കുരിശുപള്ളിയുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വന്ന് നിന്നു. അവിടുത്തെ ഇപ്പോൾ ഞാൻ ഒരു സ്ത്രീയുടെ സ്വരമൊക്കെ കേൾക്കുകയാണ്. എന്താണെങ്കിലും നീ ഒരു കോൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, നിൻ്റെ അമ്മയ്ക്ക് അനിയത്തിക്ക് നീ മാത്രമേ ഉള്ളൂ, നീ ഇങ്ങനെ തളരാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ നിന്നെ ധൈര്യപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു അടുത്ത് വരുന്ന കോൾ ഞാൻ എടുക്കും. ഞാൻ എൻ്റെ മൊബൈൽ ഓൺ ചെയ്ത് ഞാൻ സമയം നോക്കിയപ്പോൾ 12:05. വൈദ്യുതി പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞ് 2-ാം തീയതി കഴിഞ്ഞ് 3-ാം തീയതിയായി. വീണ്ടും എൻ്റെ മമ്മിയുടെ മൊബൈലിൽ നിന്ന് ഇങ്ങനെ റിങ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി, കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. ഞാൻ റിസീവറിനൊക്കെ എൻ്റെ ചെവിയിലേക്ക് വെച്ചപ്പോൾ എൻ്റെ അപ്പാടെ സ്വരമാണ് കേട്ടത്. എന്താ മോനെ നീ കോൾ എടുക്കാതിരുന്ന, കോളേജിൽ എന്തെങ്കിലും പരിപാടിയായിരുന്നു ചോദിച്ചു. ഞാൻ വാവിട്ട് കാറക്കേണ്ട അപ്പനോട് പറഞ്ഞു, അപ്പം മരിക്കുന്ന ഡോക്ടർ പറഞ്ഞ ഡേറ്റാണ് ഇന്നലെ, അതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കാതിരുന്നത്. പെട്ടെന്ന് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, എടാ നമ്മൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ്, അന്ന് അവൻ മരിച്ച ലാസറിനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പോയ ജീവൻ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് തിരിച്ചു വന്ന ഈശോ അവൻ ഇനി ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. എന്നോട് ദൈവം കാണിച്ച വലിയൊരു സ്നേഹവും കരുണയുണ്ട്, എത്ര നന്ദി പറഞ്ഞാലും തീരാത്തൊരു സ്നേഹം. എൻ്റെ മനസ്സ് എപ്പോഴൊക്കെ തളരുന്നോ അന്ന് ബൈബിളിൻ്റെ താളുകളുടെ മാത്രം കടത്തി ദൈവം. അന്ന് ഞാൻ ഊട്ടിച്ചെന്ന് എൻ്റെ ബൈബിൾ തുറന്നു. ദൈവം എനിക്ക് തന്ന വചനം ഇതാണ്, വെളിപാട് 21:4. അന്ന് ഞാൻ അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും, ഇനി മരണമുണ്ടാവുകയില്ല, ഇനി ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയെന്ന്. അതുപോലെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ വേറെങ്ങും കണ്ടിട്ടില്ല, വിശുദ്ധ ബൈബിളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതൊരു ഛായാചിത്രമോ ഭാവനാ കഥാപാത്രമോ ഒന്നും അല്ല. അങ്ങനെ ഒരു വ്യക്തി ചരിത്രത്തിൽ ജീവിച്ചിരുന്നു. ചരിത്രത്താളുകളിൽ അവനെ പറ്റി എഴുതിയിരിക്കുന്നു. ലോക ചരിത്രത്തിനെ 2ആയി കീറിമുറിച്ച മഹാവ്യക്തിത്വം AD BC എന്ന്. നമുക്ക് വേണ്ടി കാലിത്തൊഴുത്തിൽ പിറന്നൊരു കർത്താവുണ്ട്. മരിയ വാൾട്ടോട്ടയൊക്കെ പറയുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് നീ ചെന്ന് നിന്നാൽ മുട്ടുവരെ ചെളിക്കാത്ത താഴുമെന്നാ പറയുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ദാരിദ്ര്യത്തിൽ പരമദാരിദ്ര്യനെ അവൻ ജനിച്ചു വീണത്. എൻ്റെ കുഞ്ഞെ, നീ ഇനി ദാരിദ്ര്യത്തിൽ കഴിയാനുള്ള ഒരു വ്യക്തിയല്ല. നിന്റെ ദാരിദ്ര്യത്തിന്റെ മുഖമാ അന്ന് അവൻ തകർത്തത്. എന്തുമാത്രം അപമാനമാ അവൻ പേര് നടന്നത്. അവനെ നോക്കി എന്തൊക്കെയാ പറഞ്ഞത്? അവൻ ആ തച്ചൻ്റെ മകനല്ലേ, അവന് ഭ്രാന്തല്ലേ, അവന് വട്ടല്ലേ, അവനെന്തിനാ വേശ്യയുടെ പിന്നാലെ പോകുന്നത്, അവനെന്തിനാ മദ്യപിക്കുന്നത്, സ്വവർഗഭോഗി എന്ന് പോലും പലരും അവനെ നോക്കി മുദ്രകുത്തി. ഇവനെന്തിനാ യുവാക്കളുടെ കൂടെ നടക്കുന്നത്, ഇവന് കല്യാണം കഴിച്ചുകൂടെ, പലരും അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയില്ലേ. എന്നിട്ടും അതവൻ സഹിച്ചത്. എൻ്റെ കുഞ്ഞെ, നീ ഇനി അപമാനത്തിൽ കഴിയേണ്ട വ്യക്തിയല്ല, നിന്റെ അപമാനത്തിന്റെ തുകമാ അന്നവൻ തകർത്തത്. ഇതുപോലെ ഒരു ധൈര്യശാലിയെ ഞാൻ കണ്ടിട്ടില്ല. ഗെത്സമൻ തോട്ടത്തിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. താൻ കൊല്ലപ്പെടാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും, കർത്താവേ, ആകാശങ്ങളുടെ ഏതോ കോണുകൾക്കപ്പുറം മറിഞ്ഞിരിക്കുന്ന എൻ്റെ അപ്പ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് എടുത്തു മാറ്റുമോ, എങ്കിലും എൻ്റെ അല്ല നിന്റെ എന്ന് പറഞ്ഞ് മരണത്തെ പോലും തോൽപ്പിക്കുന്ന ആത്മധൈര്യത്തിന്റെ ഉടമ മുമ്പോട്ട് പോയ ഒരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തി നമുക്ക് നൽകിയിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെ ആത്മധൈര്യത്തിന്റെ ആത്മാവിനെയാണ്. ജീവിത പ്രതിസന്ധികൾ നിന്നെ മൂടുമ്പോൾ ക്രിസ്ത്യാനി, നീ പിന്തിരിഞ്ഞോടേണ്ട വ്യക്തിയല്ല, ധൈര്യപൂർവം അതിനെ മറികടക്കേണ്ട വ്യക്തിയാ. നിന്നെ ഭയം കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ നീ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല. ക്രിസ്തു ഉള്ളിലുള്ളവൻ എങ്ങനെയാ ഭയക്കുന്നത്? മരണത്തെ പോലും തോൽപ്പിച്ച ആത്മധൈര്യത്തിന്റെ ഉടമ നൽകിയ ആത്മാവ് ഉള്ളിലുള്ളവൻ എങ്ങനെയാ ഭയക്കുന്നത്? എന്തുമാത്രം പീഡകളാ അവൻ ഏറ്റുവാങ്ങിയത്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, ഉച്ചി മുതൽ ഉള്ളംകാല് വരെ അടിയേൽക്കാത്ത ഒരു സ്ഥലം പോലുമില്ല. കീറി മുറിക്കപ്പെട്ടു, അടിച്ചവർക്ക് എൻ്റെ പുറവും താടിമീശ പറിച്ചവർക്ക് എൻ്റെ മുഖവും ഞാൻ കാട്ടിക്കൊടുത്തു. അവനെ കണ്ടവർ വിരൂപരായി പുഴുവിനെ പോലെ കാണപ്പെട്ടു. അവൻ്റെ പുറം ഉഴുതു മറിഞ്ഞിരുന്നു, അവൻ്റെ മാംസകഷ്ണങ്ങൾ പറഞ്ഞു നീങ്ങിയത് എൻ്റെയും നിങ്ങളുടെയും രോഗത്തിൻ്റെ സൗഖ്യമാ. ക്രിസ്ത്യാനി, ഇനി നീ രോഗിയാണെന്ന് പറയരുത്. എൻ്റെ അടിപ്പിണരിഞ്ഞാൽ നിനക്ക് സൗഖ്യമുണ്ട്. യെശയ്യാ 53:5. അവനെ കഴിഞ്ഞും ഭാരമുള്ള കുരിശും വകച്ച് അവൻ ഗാഗുൽത്തായിലേക്ക് നടന്നു നീങ്ങിയത് എൻ്റെയും നിങ്ങളുടെയും കുറ്റബോധം തന്നെയാണ്, നിരാശയുടെ കെട്ടുകൾ തന്നെയാണ്. ചിലരൊക്കെ ഇങ്ങനെ നടന്നു നീങ്ങുന്നത് നെഞ്ചിനകത്തൊരു 150 കിലോ ഭാരവുമായിട്ടാ. ഇനി നീ അത് ചുമക്കണ്ട, അന്നവൻ ചുമന്നു. അത് 3 ആണികളിൽ തൂങ്ങി അവസാന തുള്ളി രക്തവും വെള്ളവും പോലും നമുക്ക് വേണ്ടിയാ നൽകിയേ. അവനൊരു അമ്മയുണ്ടായിരുന്നു, പരിശുദ്ധ കന്യാമറിയം എന്ന പേര്. മംഗളവാർത്ത മുതൽ മരണം വരെ സഹനവും അപമാനവും പേര് നടന്ന ഒരമ്മ സ്വന്തം മകനെ, 33 വയസ്സായ യുവാവിനെ
പരിപൂർണ നഗ്നനായിട്ട് കുരിശിൽ കയറ്റുന്നു. ഈ കുരിശിലൊക്കെ കാണുന്ന പോലെ യേശു തുണിയുടുത്തല്ല കിടന്നത്. ചരിത്രകാരന്മാർ പറയുന്നത് പരിപൂർണ നഗ്നനായിട്ടാണ്. പണ്ടൊരു ആദം ഉണ്ടായിരുന്നു. ആദം പാപം ചെയ്തു. അവൻ്റെ നഗ്നത അവൻ മരത്തിനിടയിൽ ഒളിപ്പിച്ചു. ആ മരത്തിൽ തന്നെ നഗ്നനാക്കിക്കൊണ്ട് ആ പാപത്തിന് പോലും പരിഹാരം ചെയ്തൊരു ക്രിസ്തു സ്വന്തം കൈത്തടം കൊണ്ട് പോലും നാണം മറയ്ക്കാൻ കഴിവില്ലാത്ത നമ്രശിരസനായി സ്വന്തം അമ്മയുടെ പെറ്റതള്ളയുടെ മുമ്പിൽ പെടഞ്ഞു മരിക്കുന്ന ഒരു ദൈവം. അവൻ്റെ ദൈവത്തെ കണ്ടു നിന്ന അമ്മ, ആ അമ്മയെ നോക്കിയാൽ യേശു പറഞ്ഞത്, ഇതാ നിൻ്റെ അമ്മ. അങ്ങനെ ഒരു അമ്മയുണ്ട് എനിക്ക്. ആ അമ്മയെ ഈ കാലഘട്ടത്തിൽ എല്ലാവരും മെറ്റീരിയലൈസ് ചെയ്യുക. എവിടെയെങ്കിലും കൊണ്ട് 10 രൂപ നേർച്ചയിട്ടാൽ കുറേ അനുഗ്രഹങ്ങൾ വാരിക്കോരെടുക്കുന്ന വിൽപ്പന ചരക്കാട്ട് കണ്ടുകൊണ്ടിരിക്കുക. അതൊന്നും അല്ല അമ്മ. ഒരു കർത്താവ് ചോദിച്ചു, നീ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ അമ്മയെ സ്നേഹിക്കാതെ ആരാ ഉള്ളത്? കർത്താവിനോട് പറഞ്ഞു, നീ കള്ളനാണ്, നീ എന്നൊരു കളവ് പറയുക, നീ എന്നെ അമ്മയെ സ്നേഹിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞെ, നിൻ്റെ ഹൃദയത്തിൽ നിന്ന് അധരത്തിലൂടെ ഓരോ നന്മ നിറഞ്ഞ മറയുമേ പുറത്തേക്ക് വരുമ്പോൾ നിൻ്റെ അഹങ്കാരം എന്തുകൊണ്ട് മാറുന്നില്ല? നിൻ്റെ ഉള്ളിൽ അഹങ്കാരമുണ്ടെങ്കിൽ നീ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നില്ല. അവൾ തൻ്റെ സ്തോത്രഗീതത്തിൽ ഇങ്ങനെ പാടിയില്ലേ, അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഗബ്രിയേൽ ദൂതൻ പോലും മുട്ടേ നിന്ന് വിറയ്ക്കുന്ന ചുണ്ടുകളോട് കൂടിയ അമ്മയെ നോക്കി പറഞ്ഞത്, നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്ന്. ആ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ? അതിൻ്റെ ആഴം എന്താണെന്ന് നിനക്കറിയാമോ? നീ എന്തിനാ ചൊല്ലിത്തീർക്കാൻ വേണ്ടിയാണ് ചൊല്ലുന്നത്? ഇന്നൊക്കെ കഴുത്തിലൊരു ജപമാല ഇടാൻ പുച്ഛമാ, നാണക്കേടാ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കി വേണം പ്രാർത്ഥിക്കാനായിട്ട്. അതിനുശേഷം ഞാൻ കോളേജിൽ നിന്ന് പാസ് ഔട്ടായി. എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. പപ്പായ ചികിത്സ പപ്പയുടെ ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ വീണ്ടും പപ്പ മരണത്തോടെ എടുക്കുന്ന ഒരു സമയം അനീതി പഠിക്കുന്ന വാർഡൻ സിസ്റ്റർ അതുവഴി നടന്നു വന്നു. ആ സിസ്റ്ററുടെ മമ്മിക്ക് അറിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സിസ്റ്റർ വചനം പറഞ്ഞു, ഞാനും 16-12 എനിക്ക് നിങ്ങൾക്കായി തരാനായിട്ട് മരുന്നോ ലേപനോ ഔഷധമോ ഒന്നുമില്ല. എനിക്ക് നിങ്ങൾക്കായി തരാനായിട്ട് രോഗികളെ സൗഖ്യപ്പെടുന്ന ദൈവത്തിൻ്റെ വചനമുണ്ട്, അത് നിങ്ങൾ സ്വീകരിക്കുമെന്ന് ചോദിച്ചു. എൻ്റെ മമ്മി 2 കൈ നീട്ടിപ്പിടിച്ചു. സിസ്റ്റർ തുണ്ടുകള്ളാസിൽ ഒരു വചനം കുറിച്ച് കൊടുത്തു, സങ്കീർത്തനം 107:20. അവിടുന്ന് എൻ്റെ വചനം അയച്ചു അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഞാനും എൻ്റെ അമ്മയും കൂടി റൂമിനുള്ളിൽ കയറിയിട്ട് ഡോറൊക്കെ അടച്ചിട്ടിട്ട് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 10,000 സുനേകളും പൗരുള്ളങ്ങളുടെ വചനം അയക്കണമേ, സൗഖ്യമാക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 10 പ്രാവശ്യം വചനം ചൊല്ലി കാണും. ആരോ വന്നിട്ട് ഡോർ തട്ടി. കഥ തുറന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. പക്ഷേ നേരെ കണ്ടത് നിത്യാരാധന ചാപ്പല. അവിടെ 24 hours ഇങ്ങനെ ആരാധന വെച്ചിട്ടുണ്ട്. ഞാൻ അന്ന് കണ്ടു വിശുദ്ധ കുർബാന അതൊക്കെ രക്തം ഒലിപ്പിച്ച് നിൽക്കുന്ന ഒരു ഹൃദയം. അതിങ്ങനെ ബ്ലേഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ബ്ലഡ് ഇങ്ങനെ ഇട്ടിട്ട് വീഴുന്നുണ്ടായിരുന്നു. സാവധാനം ആ വിഷനങ്ങ് മറഞ്ഞു. പപ്പ കിടക്കുന്ന റൂം നിറച്ച് പച്ച ബ്ലഡിൻ്റെ സ്മെല്ല് വീശാൻ തുടങ്ങി. സാധാരണ പപ്പ ഉറങ്ങാൻ തുടങ്ങി. അതിന് മുമ്പ് കണ്ണടയ്ക്കാൻ പേടിയാണ്. കണ്ണിങ്ങനെ തുറന്നു തന്നെ ഇരിക്കും. കണ്ണടച്ച് കഴിഞ്ഞാൽ മരിച്ചു എന്ന് പേടിയാണ്. അന്ന് 4-5 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ട് പപ്പ എണീറ്റിട്ട് എന്നോട് പറഞ്ഞു, എടാ എൻ്റെ ശരീരത്ത് വേദനയൊക്കെ അങ്ങ് പോകുന്നിട്ട് എന്നെ ഫീൽ ചെയ്യുന്നു, എൻ്റെ പുറത്തുകൂടി എന്തോ ഒഴുകുന്നു, ബ്ലഡിൻ്റെ സ്മെല്ലെടുത്ത് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചൊക്കെ നോക്കി, ഇല്ല പപ്പ പൊട്ടിയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. വീണ്ടും പപ്പ പറഞ്ഞില്ലടാ എൻ്റെ പുറത്തുകൂടി ശക്തമായിട്ട് എന്തോ ഒഴുകുന്നു, ബ്ലഡിൻ്റെ സ്മെല്ലെടുത്ത് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി, എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ ഈശോ, എനിക്ക് വേണ്ടി കുറിച്ച് രക്തം ചിന്തി ഈശോ, അത് സൗഖ്യപ്പെടുന്ന രക്തം കൊണ്ട് എൻ്റെ അപ്പയുടെ ആക്സിഡൻ്റ് എന്ന സ്ഥലം കഴുകിയെടുക്കുകയായിരുന്നു. എൻ്റെ പുറത്തുകൂടി എന്തോ ഒഴുകുന്നു, ബ്ലഡിൻ്റെ സ്മെല്ലെടുത്ത് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെ ഒരു മാറ്റമുണ്ട് എന്ന്. സിസ്റ്റർ അടുത്തൊരു വചനം തരുന്നു, ഹെബ്രായർ 4:12. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, അത് ഇരുതല വാളിനെക്കാട്ടിലും മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ഞയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്ന വചനം. ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കപ്പെടുന്ന പപ്പയുടെ ശരീരത്തിൻ്റെ മാറ്റമാണ്. അനങ്ങാതെ കിടന്ന അവയവങ്ങൾക്ക് അനങ്ങുന്നു, ശരീരമൊക്കെ നന്നാവുന്നു. അടുത്ത ദിവസം സിസ്റ്റർ ബൈബിളുമായിട്ട് വന്നു. എന്നിട്ട് പാസേജ് മാർക്ക് ചെയ്യുന്നു, എസെക്കിയേൽ 37 അസ്ഥികളുടെ താഴ്വര. 37:7 ഇങ്ങനൊരു വചനം പറയുന്നുണ്ട്, പ്രവാചകൻ കൽപ്പിച്ചപ്പോൾ ഒരു കിരീരാ ശബ്ദമുണ്ടായി, വേർപെട്ട് പോയ അസ്ഥിയെല്ലാം കൂടി ചേർന്നു. കർത്താവിൻ്റെ അഭിഷിക്തരൊക്കെ എൻ്റെ പപ്പയുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്നും ഞങ്ങൾ ഈ ജപമാല ചൊല്ലിയിട്ട് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പപ്പയുടെ പുറത്തുനിന്ന് ഈ ഒരു ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്, പ്രവാചകൻ കൽപ്പിച്ചപ്പോൾ ഒരു കിരികിരാ ശബ്ദമുണ്ടായി. വിറകമ്പ കൊട്ടിക്കുന്ന പോലെയോ കല്ലുകളൊക്കെ കുട്ടിയിടിക്കുന്ന പോലെയൊക്കെ ഒരു ശബ്ദം. അങ്ങനെ ഒരു 1.5 വർഷമുണ്ടായി. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നറിയാൻ ഞാൻ കൊണ്ടുപോയി എക്സ്റേ എടുത്ത് നോക്കി. ഞാൻ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ, എനിക്ക് സയൻസിൻ്റെ എന്തൊക്കെ അറിയാം. പക്ഷേ എൻ്റെ സയൻസിൻ്റെ ബുദ്ധിയെ പോലും കടത്തി വിടുന്ന ഒരു റിസൾട്ട് എക്സ്റേ റിപ്പോർട്ടിൽ കണ്ടു. സ്കാൻ റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ 2 മുതൽ 9 വരെ ഒരു കണ്ണി പോലും ഇല്ല, എല്ലാം ഇങ്ങനെ പൊടിഞ്ഞ് 7 പോലെയൊക്കെ വളഞ്ഞിരിക്കുന്നു. എക്സ്റേ റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു നോർമൽ മനുഷ്യൻ്റെ അസ്ഥി എങ്ങനെയാണോ നമുക്കിങ്ങനെ പിറക്കിയെടുക്കാം, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട്, അത് മരുന്നോ ലേപനമോ ഔഷധമോ ഒന്നും കൊണ്ടല്ല, രോഗികളെ സൗഖ്യപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം. പ്രവാചകൻ കൽപ്പിച്ചപ്പോൾ ഒരു കിരികിരാ ശബ്ദമുണ്ടായി, വേർപെട്ട് പോയ അസ്ഥിയെല്ലാം കൂടിച്ചേർന്നു. കർത്താവിനെ വചനമെന്നും വചനത്തെ ദൈവമെന്നും വിളിക്കുന്നതെന്ന്. അവരൊറ്റ സംഭവത്തോടെ ഒരു പപ്പായും മമ്മയും കൂടി വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങളുടെ സാമ്പത്തികമൊക്കെ അങ്ങ് തീർന്നു, എല്ലാം തീർന്നു എന്ന് വേണേൽ പറയാം. അങ്ങനെ വിറ്റ് പണയപ്പെടുത്തി അവസാനം ഒരു 100 രൂപ വന്ന ദിവസമുണ്ട്. ഞാൻ രാവിലെ എൻ്റെ നാട്ടിൽ 1-2 പേരെ വിളിച്ചു, അവരൊക്കെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രാവിലെ 50 രൂപ ചിലവാക്കി എൻ്റെ നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞ വ്യക്തികളെല്ലാം അതും ഇതും പറഞ്ഞ് ഒഴിവാകാൻ തുടങ്ങി. അത് 2 മണിയൊക്കെ ആയി കാണും. അന്ന് വിശപ്പ് എന്താണെന്നൊക്കെ മനസ്സിലാകുന്നു. കാരണം വിശന്ന് വയറ് കരിയാന്നൊക്കെ പറയുന്നില്ല, അത് അന്ന് അനുഭവിച്ചത്. ഇന്നൊക്കെ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹമായിട്ട് തോന്നുന്നുണ്ട്. കാരണം തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല. കഷ്ടപ്പാടിൻ്റെ സഹനത്തിൻ്റെയൊക്കെ മധ്യേ തന്നെ നമ്മൾ വളർന്നു കയറണം. എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ നമ്മൾ പുറകിൽ നിന്ന് കാല് വാരണം, പുറകിൽ നിന്ന് കുത്തണം, ചെളി വാരി അടിക്കണം, മുഖത്ത് നോക്കി തുപ്പുന്ന അനുഭവത്തിലൂടെ പോലും കടന്നു ചെല്ലണം. എങ്കിലേ ഞാൻ എന്ന വ്യക്തി ശക്തിപ്പെടുകയുള്ളൂ.
അന്ന് ഞാൻ എൻ്റെ അപ്പാട് വിളിച്ച് പറഞ്ഞു, അപ്പൻ ഞാൻ ഇനി അങ്ങോട്ട് വരില്ല, വന്നിട്ട് എന്ത് ചെയ്യാനാ, പൈസയ്ക്ക് പൈസ തന്നെ വേണമല്ലോ, ഞാൻ എവിടെയെങ്കിലും പോയി മരിക്കാൻ പോവാം. എൻ്റെ മനസ്സിലെ ലാസ്റ്റ് പ്ലാൻ ഇതായിരുന്നു. കയ്യിലൊരു 50 രൂപയുണ്ട്, കുർബാന സ്വീകരിച്ച പള്ളിയുടെ അവിടെ ഒരു വിഷക്കടയുണ്ട്, അവിടെ ചെന്ന് കിട്ടുന്ന സാധനം വാങ്ങിക്കുന്നു, കഴിക്കുന്നു, തീരുന്നു. അത് ലക്ഷ്യമാക്കി പള്ളിയിലേക്ക് നടക്കാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ നടന്ന സംഭവം ഇതാ, എൻ്റെ പപ്പയുടെ മമ്മിയുടെ റൂമിലേക്ക് ഒരു ആ സിസ്റ്റർ വീണ്ടും ചെന്ന് അടുത്തൊരു വചനം കൊടുക്കുന്നു, ഫിലിപ്പി 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സംഭരണിയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. എൻ്റെ പപ്പായും മമ്മിയും കൂടി കൈകോർത്ത് പിടിച്ച് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 10 പ്രാവശ്യം വചനം ചൊല്ലി കാണും. ഒരു മനുഷ്യൻ്റെ റൂമിൽ കയറി വന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി, കയ്യിലൊരു വാച്ച് പോലും കേട്ടിട്ടില്ല. 8-10 മിനിറ്റ് നിന്നിട്ട് പോകാൻ നേരത്ത് ആ വ്യക്തി എൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ ചികിത്സയ്ക്ക് പൈസ ഉണ്ട്, നിങ്ങളിത് വാങ്ങിക്കണം. എൻ്റെ മമ്മി 2 കൈ നീട്ടി പിടിച്ചുകൊണ്ട് നിന്നു. ചേട്ടനൊരു കെട്ട് പൈസ എൻ്റെ മമ്മിയുടെ കയ്യിലേക്ക് ഇട്ടേച്ച് ആ മനുഷ്യൻ ഇറങ്ങിപ്പോയി. എൻ്റെ മമ്മി എണ്ണി നോക്കിയപ്പോൾ അത് 10,000 രൂപ ഉണ്ടായിരുന്നു. എൻ്റെ മമ്മി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു, എടാ തൽക്കാലം ഇച്ചിരി പൈസ കിട്ടി, നീ തിരിച്ചു കയറി പോരാൻ പറഞ്ഞു, അബദ്ധമൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ നിൽക്കുന്നത് ആ വിഷക്കടയുടെ ഫ്രണ്ടിലാണ്. എൻ്റെ പിന്നിൽ നിന്ന് വീണ്ടും മുഴങ്ങുന്ന സ്വരം ഞാൻ കേട്ടു, ജെറമ്യ 32:27. ഞാൻ സകലമർത്തയുടെയും കർത്താവായ ദൈവമല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ തിരിച്ചു വന്ന് ശക്തമായിട്ട് വചനം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം 2 ദിവസം പ്രാർത്ഥിക്കും. ആരൊക്കെ റൂമിൽ കയറി വരുന്നു, പോകാൻ നേരത്തെ ബെഡിൻ്റെ സൈഡിലൊരു 100 രൂപ 500 1000 രൂപയ്ക്ക് വെച്ചിട്ട് പോകും. ഒരു ദിവസം 2 ദിവസം പ്രാർത്ഥിക്കും, ഒരു 30,000 രൂപ 40,000 രൂപ റൂമിൽ വരും. അത് തീരാറാകുമ്പോൾ വീണ്ടും പ്രാർത്ഥിക്കും, വീണ്ടും പൈസ വരാൻ തുടങ്ങി. അങ്ങനെ വചനം വെച്ച് എന്തൊക്കെ ചോദിക്കുന്നത് മൊത്തം കർത്താവ് കൊണ്ട് തരാൻ തുടങ്ങി. ഒരു ദിവസം ഒരു 2.5 വർഷമായി ഹോസ്പിറ്റലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഞായറാഴ്ച ഉച്ചയ്ക്ക് എൻ്റെ അമ്മ കരയുക. അപ്പോൾ ചോദിച്ചു, എന്താ മോളെ നീ വിഷമിച്ച് കരയുന്നേ? അമ്മ പറഞ്ഞു, എനിക്ക് വീട്ടിൽ നിന്ന് ഇച്ചിരി ആഹാരം കഴിക്കാൻ കൊതിയായി, എനിക്കൊരു ഇച്ചിരി കപ്പയും മീനും തിന്നാൻ കൊതിയായി. അതിന് അപ്പ പറഞ്ഞു, അതിനെന്താ നീ വിഷമിച്ച് കരയുന്നത്? ഇത്രയും തന്ന ദൈവം അവൻ്റെ മഹത്വത്തെ സമയത്ത് കപ്പയും മീനാണ് തരാത്തത്. പറഞ്ഞു വാമൂടാൻ ഒരാൾ വന്നിട്ട് ഡോർ തട്ടി. ഞാൻ കഥ തുറന്ന് നോക്കിയപ്പോൾ ഒരു 5-6 പേർക്ക് കഴിക്കാനുള്ള കപ്പയും മീനൊക്കെ ആയിട്ടൊരു മനുഷ്യൻ നിൽക്കുക. എന്താ സംഭവിക്കുന്നത് മനസ്സിലാകുന്നത്? താഴെ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ കാണാൻ വന്നതാണ്. ആ പേഷ്യൻറ്റ് രാവിലെ ഡിസ്ചാർജ് ആയിപ്പോയി. നേഴ്സ് പിള്ളേർ പറഞ്ഞു, മുകളിൽ റൂമുണ്ട്, അവിടെ കൊണ്ട് കൊടുത്തേക്കാൻ. യേശുവിനെ അറിയാമായിരുന്നു, യേശുവിൻ്റെ മക്കൾ ആ സമയത്ത് കപ്പയും മീനും ചോദിക്കുമെന്ന്. അത് മുൻകൂട്ടി തയ്യാറാക്കിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു ദൈവം, ഉണ്ണാൻ മറന്നാലും ഉട്ടാൻ മറക്കാത്ത ഒരു ദൈവമുണ്ട്. നമ്മുടെ അറിവിനെയും ചിന്തയൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേര് കൂടി ഒരു തീരുമാനമെടുത്തു, സഭയിൽ ചേരണം, മാമോദിസ മുങ്ങണം. അങ്ങനെ ഞാൻ ബൈബിൾ തുറന്ന് എനിക്ക് കിട്ടിയ വചനം ഇതാണ്, മത്തായി 7:7. മുട്ടും നിങ്ങൾക്ക് തുറന്ന് കിട്ടപ്പെടും. ഞാൻ ചെന്ന് ഒരു നോട്ടറി വക്കീലിനെ കണ്ട് ഒരു അഫിഡവിറ്റൊക്കെ റെഡിയാക്കി. ഞങ്ങളുടെ സന്തുഷ്ട പ്രകാരത്തിന് മാമോദിസ മുങ്ങുന്നത് ആരും ഞങ്ങളെ നിർബന്ധിച്ചിട്ടല്ല. അങ്ങനെ ഞാൻ എന്നും കിടക്കാൻ നേരത്തെ ഞാൻ ഡോറിൻ്റെ അവിടെ ചെന്നിട്ട് പറയും, പരിശുദ്ധാത്മാവെ മനസ്സിന് അസ്വസ്ഥത ആരെയും കയറ്റിവിടരുത്. എൻ്റെ മൊബൈൽ എടുത്തിട്ട് പറയും, പരിശുദ്ധാത്മാവെ മനസ്സിന് അസ്വസ്ഥമായിട്ട് ഒരു കോൾ എൻ്റെ മൊബൈലിൽ വരെ. ദൈവം എല്ലാവരും തുടച്ച് നിൽക്കാൻ തുടങ്ങി. പ്രാർത്ഥനയ്ക്ക് അസ്വസ്ഥത ആരും വരില്ല. അങ്ങനെ എനിക്കൊരു വൈദികൻ എൻ്റെ റൂമിൽ കയറി വന്നു. അച്ഛൻ ഒരു ഫാദർ പ്രസാദ് കൊണ്ടുപറമ്പിൽ എന്നാണ്. അച്ഛനാണ് എൻ്റെ സ്പിരിച്വൽ ഫാദറും. അച്ഛൻ ഇന്നും പറയാറുണ്ട്, ജോർജിൻ്റെ റൂമിൽ ഫ്രണ്ട് വന്നപ്പോൾ ഈശോനോട് പറഞ്ഞു, ഈ റൂമിൽ കിടക്കുന്നവർക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്, എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തു കൊടുത്തോണം. അച്ഛനോട് ഞങ്ങൾ ഒരേ ഒരു കാര്യം പറഞ്ഞല്ലോ, മാമോദിസ നമുക്ക് തരുമെന്ന് ചോദിച്ചുള്ളൂ. അച്ഛന് വലിയ സന്തോഷമായി. അതിനെ കഴിഞ്ഞ 2010 ഏപ്രിൽ 29 ആ ദൈവം സ്ഥാപിച്ച സഭയിൽ ആ വൈദികൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് മാമോദിസ നൽകി സഭയിൽ ഒന്നാക്കി തീർത്തു. ഒരു മക്കൾക്ക് ലഭിക്കാത്ത വലിയൊരു അനുഗ്രഹം എനിക്കും എൻ്റെ പെങ്ങൾക്ക് ലഭിച്ചു. ഞാനും എൻ്റെ പെങ്ങളും കൂടെ പപ്പാടും അമ്മയുടെയും കല്യാണം നടത്തി കൊടുത്തത് അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. കാരണം ഈ മാമോദിസ വിവാഹം കൂതാശയപ്പെടണം. പപ്പായ്ക്ക് മിന്നു കെട്ടാൻ കയ്യൊന്നും പൊങ്ങത്തില്ല, ഞാൻ പിടിച്ച് കെട്ടാനൊക്കെ സഹായിച്ചു കൊടുത്ത്. അതിനുശേഷം പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി. M.Tech സീറ്റൊക്കെ കിട്ടിയ അമൽജ്യോതി തന്നെ. പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ പഠിക്കാനുള്ള പൈസ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു സ്ട്രോങ്ങസ്റ്റ് വെപ്പൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഫിലിപ്പി 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് പഠിക്കാൻ ആവശ്യമുള്ളതെല്ലാം തരും. അവനെല്ലാം കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. പഠിക്കാനുള്ള സമ്പത്ത് സൗകര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തു. 2nd റാങ്ക് വാങ്ങിച്ച് കോളേജിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. 2014 ജനുവരി 23 പരിശുദ്ധ ദൈവമാതാവിൻ്റെയും ഔസപിതാവിൻ്റെയും കല്യാണ തിരുനാളിൻ്റെ വിവാഹം കഴിഞ്ഞു. 2015 ജനുവരി 5 കർത്താവിനുകരിച്ച് മിടുക്കനായ ഒരു ആൺകുഞ്ഞ് ജനിച്ചു. 2016 ഡിസംബർ 8 പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ കർത്താവിനുകരിച്ച് മിടുക്കിയായ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ഈ കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ 4 മാസം മുമ്പ് കർത്താവിനോട് പറഞ്ഞു, നിനക്കടുത്ത് ജനിക്കാൻ പോകുന്ന പെൺകുഞ്ഞാണ്, ഈ കുഞ്ഞിനെ എൻ്റെ അമ്മയുടെ അമ്മയുടെയും പേരിടണം. അവർക്ക് ഞാൻ പേരിട്ടത് അന്ന മരിയ എന്നാണ്. അതിനുശേഷം കർത്താവിനോട് പറഞ്ഞു, ഈ കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി നിൻ്റെ വഴികളെല്ലാം ഞാൻ തുറക്കും. അതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞ കമ്പനിയിലെ ജനറൽ മാനേജറായിട്ടായിരുന്നു. അവിടെ ഇങ്ങനെ ലീവൊന്നും എടുക്കാൻ പറ്റില്ല, ജോലി നല്ല ടൈറ്റായിരുന്നു, ശുശ്രൂഷയൊക്കെ പോകാനൊന്നും പറ്റില്ലായിരുന്നു. ആ കുഞ്ഞ് ജനിച്ചെന്നാണ് IPS സൊല്യൂഷൻ ഓഫർ ലെറ്റർ വരുന്നത്. ഇന്നെനിക്ക് മാസം 20 ദിവസം വർക്ക് ചെയ്താൽ മതി, ബാക്കി 10 ദിവസം ലീവാണ്. വീട്ടിലിരുന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാം, ശുശ്രൂഷയ്ക്കൊന്നും പോകാൻ തടസ്സമൊന്നുമില്ല. 30 ദിവസം സാലറി അവർ തരുന്നുണ്ട്, റിസൾട്ട് തമ്പുരാനും കർത്താവ് തരുന്നുണ്ട്. അതിനുശേഷം കർത്താവ് പറഞ്ഞു, ഈ കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി നിൻ്റെ അഭിഷേകം ഞാൻ ഇരട്ടിയാക്കും. അതും അതേപടി സംഭവിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇംഗ്ലീഷ് അറിയാത്തൊരു മരമണ്ടനാണ്. ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ടിരുന്ന വൈദികർക്ക് വേണ്ടി, ബിഷപ്പ്മാർക്ക് വേണ്ടിയൊക്കെയുള്ള ഇംഗ്ലീഷ് ധ്യാനങ്ങളിലൊക്കെ സെഷൻ എടുക്കാനായിട്ട് കർത്താവ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അത് എൻ്റെ കഴിവല്ല, എനിക്ക് പറ്റില്ല. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പരിശുദ്ധാത്മാവിന് മഹത്വം. എനിക്കൊരു പെങ്ങളുണ്ട്, അതൊരു തീപ്പന്തമാണ്. അവൾ നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് നേഴ്സായിരുന്നു, 4-5 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം അവളുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചു. അവളുടെ ഒത്തുകല്യാണത്തിന് ഡേറ്റൊക്കെ എടുത്താണ്. അവൾ ആ വിവാഹ ജീവിതമൊക്കെ മാറ്റിമറിച്ച് ഇന്നൊരു മിണ്ടാമഠത്തിൽ കർത്താവിൻ്റെ സന്യാസിയായിട്ട് ജീവിക്കുന്നു. അവൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നെയൊക്കെ വല്ലപ്പോഴൊക്കെ ഓർക്കുമ്പോൾ ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലിയേക്കണേ. ഇങ്ങോട്ട് നോക്കിയേക്കരുത്, മണ്ണിലോട്ട് പോകാനുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒരുത്തനുണ്ട്, അവൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. അതേ വ്യക്തിയാണ് നിങ്ങളുടെ ഉള്ളിലും വസിക്കുന്നത്. ഓക്കെ.